പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അങ്ങയുടെ വലിയ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ത്രിയേക ദൈവത്തിന്റെ സ്നേഹ ഐക്യത്തിൽ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ കുടുംബത്തോട് ചേർത്ത് നിർത്തി വലിയ അഭിഷേകത്തില് തിന്മയിൽ വീഴാതെ, പിശാചിന് അടിമപ്പെടുത്താൻ പറ്റാതെ, ലോകാരൂപിക്ക് കീഴ്പ്പെടുത്താനാകാതെ കർത്താവേ അങ്ങയുടെ വലിയ സംരക്ഷണത്തില് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ വലിയ കൂട്ടായ്മയെ പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, മക്കൾക്ക് വേണ്ടിയൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയാം. ഒരു കാര്യങ്ങൾ വീണ്ടും അച്ഛൻ ഉറപ്പെടുത്തി പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതുപോലെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അതിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ നിങ്ങളിത് അനേക മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ കാലഘട്ടത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അവരെ കൃപ കൊണ്ട് നിറച്ച് ദൈവിക സംരക്ഷണത്തിൽ ഉറപ്പിച്ച് നമ്മുടെ അഭിഷിക്ത കരങ്ങൾ ഉയർത്തപ്പെട്ട് അപ്പന്റെ അഭിഷിക്ത കരം, അമ്മയുടെ അഭിഷിക്ത കരം, അച്ഛന്റെ അഭിഷിക്ത കരം ഉയർത്തി നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് ഒതുങ്ങി പിടിക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാ, ശുശ്രൂഷ ഗൗരവത്തോടെ എടുത്ത് അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കുക. എത്രയോ നാളുകളായി നിങ്ങൾക്കറിയോ, ഈ പ്രാർത്ഥനയുടെ അനന്തര ഫലങ്ങൾ പങ്കുവയ്ക്കുന്ന അനേകം പേരുണ്ട്. മക്കൾക്ക് വന്ന മാനസാന്തരങ്ങള്, വിജയങ്ങള്, തടസ്സങ്ങൾ മാറി മക്കൾ അനുസരിക്കാൻ തുടങ്ങി, കൃപയിൽ പ്രാർത്ഥനയിലേക്ക് വരാൻ തുടങ്ങി. ഒത്തിരി മാറ്റങ്ങൾ. നിങ്ങൾക്കൊരു അവസരം തരാം. പങ്കെടുക്കുന്ന മക്കള് ഇനി എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ അങ്ങനെയുള്ള മാതാപിതാക്കള് ഈ പ്രാർത്ഥന വിട്ടു പോകരുത്. എനിക്ക് തോന്നുന്നുണ്ട് കുറെ പേർക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോ എന്റെ കാര്യം കഴിഞ്ഞല്ലോ. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ പോലുള്ള മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് ഈ ഒരു മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബത്തെ, സാമ്പത്തിക മേഖലകളെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ സമഗ്ര മേഖലയും സ്വാധീനിക്കുന്ന സന്ദേശങ്ങളും പ്രാർത്ഥനകളുമാണ് കർത്താവ് ഗ്രൂപ്പിൽ നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, പങ്കുവെച്ചു കൊടുക്കണം. അങ്ങനെ ഈ ശുശ്രൂഷ ഈ കാലഘട്ടത്തിന്റെ മാനവരക്ഷയ്ക്കുള്ള വലിയ ശുശ്രൂഷയ്ക്ക് എടുക്കുവാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ 10-ാം തീയതി നമ്മുടെ രണ്ടാശനി കൺവെൻഷനാണ്. സാധിക്കുന്ന മക്കളൊക്കെ നേരിട്ടൊന്ന് പങ്കെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച രാത്രി നമ്മൾ രണ്ടാശനിക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൂരന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കന്ന് വരാം, ഇവിടെ താമസിക്കാം. രണ്ടാശനി കൺവെൻഷൻ 9:00 തുടങ്ങും, ഉച്ചയ്ക്ക് 2 മണിക്ക് തീരും. നേർച്ചകഞ്ഞോട് കൂടി അതിലൊക്കെ പങ്കെടുത്തു പോകാം. വിടുതൽ പ്രാർത്ഥനയും വെഞ്ചരിപ്പും ശതകുർബാനയും ആരാധനയൊക്കെ അഭിഷേക ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഈ 2-ാം ശനിയാഴ്ച വരുന്ന എല്ലാവർക്കും നമ്മൾ ഹന്നാമ്പഴം പ്രത്യേകം വെഞ്ചരിച്ച് ബ്ലസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കുപ്പിയില് നമ്മളെല്ലാവർക്കും നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ശുശ്രൂഷ പങ്കെടുക്കുക, ഹന്നാമ്പഴം സ്വീകരിക്കുക. ഹന്നാമ്പഴത്തിന്റെ ശക്തിയെ കുറിച്ചൊക്കെ അന്ന് അച്ഛൻ പറയും. അതൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കിടയാകട്ടെ. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനമാണ്. അവിടെ പറയാണ്, ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു, സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു. നമുക്കറിയാം, പലവട്ടം നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മനസ്സിലാക്കണം. അതായത് അനേക മക്കള് പാപം ചെയ്ത്, ദുഷ്കൃത്യം ചെയ്ത്, തിന്മ ചെയ്ത് പെട്ടുകിടക്കുന്ന ഒരവസ്ഥയാണ് കെണി അല്ലെങ്കിൽ വല. വിശുദ്ധ ബൈബിളില് ഈ പാപത്തിന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പലവട്ടം പറഞ്ഞിട്ടുള്ള 2 വാക്കുകളാണ് കെണി, വല. രണ്ടിന്റെ അവസ്ഥ എന്താണ്? അതിൽ പെട്ടാ പിന്നെ സ്വന്തം കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അതിൽ നിന്ന് കരകയറാൻ, രക്ഷപ്പെടാൻ പറ്റില്ല. കെണിപ്പെട്ട എലി, വലക്കുരുങ്ങിയ പക്ഷി അല്ലെങ്കിൽ മത്സ്യം, അത് എത്രമാത്രം ഓടി കഷ്ടപ്പെട്ടാലും പുറത്തു വരാൻ പറ്റില്ല. പിടയ്ക്കുന്തോറും വലയുടെ കുരുക്ക് മുറുകും. കെണിപ്പെട്ടിട്ട് എത്ര കിടന്ന് ഓടിയാലും ആ കെണിക്കുള്ളിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ പെട്ടുകിടക്കുന്ന അനേക മക്കൾ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മുടെ മക്കള് ഇത് മനസ്സിലാക്കണം. ഇത് കെണിയാണ്. ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ പ്രേമക്കുരുക്ക്, ഈ ജടിക പാപം അല്ലെങ്കിൽ ഈ മൊബൈല്, ഈ ഗെയിം, ഈ സിനിമ, ഇത് കെണിയാണ്. അങ്ങനെ കെണിപ്പെട്ടാൽ, കേറിപ്പോയാൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് വലയാ, വല പിടിച്ചിരിക്കുക. എന്തിനാ വല പിടിച്ചിരിക്കുന്ന, കെണി വച്ചിരിക്കുന്ന? ഇരയെ പിടിക്കാൻ, അത് വളർത്താനൊന്നുമില്ല, കൊല്ലാൻ, നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ. അതുകൊണ്ട് നമ്മുടെ മക്കള് ഈ ഒരു തിരിച്ചറിവ് വേണം. ഇത് കെണിയാണ്.
ഒരു കാര്യം ഓർത്തേക്ക്, എലിക്കറിയാന്ന് ഓർത്തോ, ഇത് കെണിയാണ്, കേറിയ പണിയാവും. അങ്ങനെ ഒരു അറിവ് കിട്ടിയാൽ ആ എലി ഒരിക്കലും ആ കെണിക്കുള്ളിൽ കയറില്ല. അതിനുള്ള ബോധം വേണം, മനസ്സിലാക്കൽ വേണം. പിന്നെ കുറച്ച് വിഷമിപ്പിക്കാൻ സാധനം വലയിലുണ്ട് അല്ലെങ്കിൽ കെണിയിലുണ്ട്, ആ സാധനത്തെ ഉപേക്ഷിക്കണം. നമുക്കറിയാം കെണിയുടെ പ്രത്യേകതയാണ്, കെണിക്കുള്ളിൽ വിശപ്പ് ശമിപ്പിക്കുന്ന സാധനം ഈ ശത്രു തൂക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഓടിക്കേറും. കേറി തൊട്ട് കഴിഞ്ഞാൽ പെട്ടി വീഴും, കെണി വീഴും, പിന്നെ രക്ഷയില്ല. ഈ ഒരു ഗതികേട് ഒത്തിരിയേറെ മക്കളെ വീഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. അല്പസുഖം കണ്ട്, അല്പസമയത്ത് സന്തോഷം കണ്ട് കെണി കയറി രക്ഷപ്പെടാൻ പറ്റണില്ല, വലയിൽ കയറി ഉരുകിപ്പോയി രക്ഷപ്പെടാൻ പറ്റണില്ല. അപ്പൊ കയറാതിരിക്കാൻ വേണ്ടി ഒന്നാമത്. രണ്ട്, അങ്ങനെ കയറിപ്പോയ പെട്ടുപോയ മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വലകൾ തകർത്തൻ നാഥാ നീ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയ്ക്കുണ്ട്. കെണികൾ തകർക്കുന്ന, വലകൾ തകർക്കുന്ന കർത്താവിന്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ, കെണിപ്പെട്ടെടുക്കുന്ന മക്കള്, അനേക മക്കളിന്ന് കെണിപ്പെട്ട് വലയിൽ കുരുങ്ങി രക്ഷപ്പെടാൻ പറ്റാതെ നിരാശപ്പെട്ട് വലിയ വായില് ചക്കുപൊളി കരയുന്നുണ്ട്. പറ്റണില്ല അച്ഛാ, അനേക മക്കൾ. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ കരപിടിച്ച് പ്രാർത്ഥിക്കണം. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഈ വലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല. മെഡിക്കൽ സയൻസിനും പറ്റില്ല. എത്രയോ മക്കള് ഡിപ്രഷനെപ്പെട്ട് മരുന്ന് കഴിച്ച് ഇങ്ങനെ തളർന്നിരിക്കുന്നു. കെണിയെപ്പെട്ടുപോയി രക്ഷപ്പെടാൻ പറ്റണില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പോലീസിനോ ഒരു മരുന്നിനോ ഈ ലോകത്തിൽ ആർക്കും ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തില് പോയ മക്കൾക്ക് ഒറ്റ വഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു, ഏകരക്ഷകനാവുന്ന യേശു ക്രിസ്തു. അവൻ അടച്ചാ പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല. അവൻ തുറന്നാൽ ആർക്കും പിന്നെ അടയ്ക്കാൻ പറ്റത്തില്ല. അവൻ തുറക്കണം, അവൻ ചിലത് അടയ്ക്കണം. ആശം കടന്നു വരുന്ന വാതിലുകൾ അവൻ അടയ്ക്കും. അതോടൊപ്പം തന്നെ അനുഗ്രഹം, സൗഖ്യം കടന്നു വരാൻ അടയപ്പെട്ട് കിടക്കുന്ന വാതിലുകൾ അവൻ തുറക്കും. ആ കർത്താവിലേക്ക് നമ്മുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കെണിയാണ്, വലയാണ്, കയറാതിരിക്കാനുള്ള കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. രണ്ട്, കെണിപ്പെട്ടു പോയ, വലയം ഒരുങ്ങിപ്പോയ മക്കൾ രക്ഷപ്പെടണം. ഇതിനുവേണ്ടി നമുക്ക് നിരന്തരം, ഇത് ഒരു ദിവസം മാത്രം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിലെ മക്കളെ നിരന്തരം പ്രാർത്ഥിക്കണം. അനേക മക്കളുടെ മുമ്പിൽ ഈ കെണിയും വലയും വിരിച്ച് പിശാചും ലോകം അവന്റെ സന്തതികളും വിരിച്ചിരിക്കുന്നുണ്ട്, കെണി വച്ചിരിക്കുന്നുണ്ട്. വീഴാതിരിക്കണം. രണ്ട്, ഓൾറെഡി വീണുപോയ മക്കളുണ്ട്. നിലവിളിക്കുക മക്കൾ, വീണ പിന്നെ കരച്ചില, എണ്ണിപ്പറക്കില്ല, രക്ഷപ്പെടാൻ പറ്റണില്ല. കർത്താവേ അനുഗ്രഹിക്കണമേ, രക്ഷപ്പെടുത്തണമേ. കർത്താവ് രക്ഷപ്പെടുത്തും. വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയിൽ ഈ മേഖലയിൽ നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഈ കാലഘട്ടത്തില് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശക്തിയാൽ നിറച്ച് ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് കർത്താവെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത്, മനസ്സിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ പരീക്ഷ വിജയം, ഇന്റർവ്യൂ, ഉപരിപഠന മേഖലകള്, അവർക്ക് നല്ല തെരഞ്ഞെടുപ്പ് നൽകാനുള്ള പരിശുദ്ധാത്മ അഭിഷേകം എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് അങ്ങയിൽ വളരാനും വിശുദ്ധിയിൽ ജീവിക്കാനും അനുഗ്രഹിക്കപ്പെടാനും സ്വർഗ സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും വേണ്ട എല്ലാ വഴികളും ഒരുക്കി കൊടുത്ത് ഞങ്ങളുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ അടിസ്ഥാനത്തില് പഠനം, ജോലി, ബിസിനസ്, വിവാഹം, സാമ്പത്തിക മേഖല, ആരോഗ്യം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഇന്ന് കർത്താവ് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണി വീഴ്ത്തുന്നു, സ്വന്തം പാപത്തിന് വലയിൽ അവൻ കുരുകുന്നു. ഞങ്ങളുടെ മക്കളാരും കുരുങ്ങിപ്പോകാതെ, കെണിപ്പെടാതിരിക്കാൻ, ദുഷ്കൃത്യങ്ങളിലേക്ക് പോകാതെ അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. നൈമിഷിക സുഖം കണ്ട്, നൈമിഷിക നേട്ടം കണ്ട്, നൈമിഷികമായ ലാഭം കണ്ട്, നൈമിഷികമായ സന്തോഷത്തിന് വേണ്ടി ഒരു കെണിയിലോ
വാലിയിലോ ചെന്ന് പെടാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. അതോടൊപ്പം തന്നെ ഇതിനോടകം കെണിപ്പെട്ടു പോയ മക്കളുണ്ട്, വലയിൽ കുരുങ്ങിപ്പോയ മക്കളുണ്ട്. ഈശോയെ, ആ മക്കളുടെ മേല് അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. അങ്ങേക്കല്ലാതെ ഈശോയെ, അങ്ങേക്കല്ലാതെ ഈ കെണിയിൽ നിന്ന്, ഈ വലയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങൾ ഒരുമയോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കെണിപ്പെട്ടു പോയ മക്കളെ, വലയിൽ കുരുങ്ങിപ്പോയ മക്കളെ ആ കെണികൾ തകർത്ത്, വലകൾ തകർത്ത് മോചിപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ഈ കെണിയിൽ നിന്ന്, ഈ വലയിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ മോചനം പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കും മക്കളെ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. മക്കൾക്കിടയിൽ വീഴാതിരിക്കാൻ, വലിയ ചെന്ന് പെടാതിരിക്കാൻ, വിട്ടുപോയ മക്കൾ അക്കടിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കർത്താവ് തന്നെ ഇടപെടണം. വലകൾ തകർക്കണം, കണികൾ തകർക്കണം. ദിവ്യാനുസന്നതിയില് എല്ലാ മക്കളെയും ഈ മേഖലയിലുള്ള എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വന്തമേ ആശീർവദിക്കുമ്പോ വിമോചനത്തിന് ശക്തി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, ഈ വലിയ ശക്തി നിറച്ച് കർത്താവ് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ മോചിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ വിടുവിച്ച് ഒന്നിലും പെടാതെ ജീവിക്കാൻ കൃപ നൽകണമേ. അതിനായി എങ്ങളുടെ തിരുഹൃദയത്തിനുള്ളിൽ ഞങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കാത്തു സൂക്ഷിക്കണമേ.